ഹായ് ഓൾ, എൻ്റെ പേര് യദുകൃഷ്ണ. ഞാൻ ഡിസ്ട്രിക്ട് 5 ജിമ്മിലെ ഫിറ്റ്നസ് ട്രെയിനറാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവർക്കും സ്ട്രെച്ച് ചെയ്യാനൊരു മടിയാണ്. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ കുറച്ച് എക്സസൈസുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം മസിൽ സ്റ്റിഫ് ആവും സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്ട്രെച്ചിങ് വർക്കൗട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സ്ട്രെച്ചിങ് വർക്കൗട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യം നമ്മൾ ചൈൽഡ് പോസാണ്, നമ്മുടെ യോഗയിലൊക്കെ അറിയപ്പെടുന്ന പോസാണ് ബാലാസൻ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് ചൈൽഡ് പോസ്. ഇത് പൊതുവെ നമ്മുടെ വർക്കൗട്ടിന് ശേഷം നമ്മുടെ ഈ ത്രൂ ഔട്ട് നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് കൃത്യമായി ബ്രീത്തിങ് ഹീലിങ്ങും എല്ലാം ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ബ്രീത്തിങ് ആൻഡ് ബ്രീതർ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യരുത്. നോർമൽ ആ ഫ്ലോയിൽ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മളൊരു 10 തവണ കൗണ്ട് ചെയ്യുക. ദെൻ നമ്മൾ ആ ഇരിക്കുന്ന പോസിൽ നിന്ന് തന്നെ സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ട് ബെൻഡ് ചെയ്യും. ദെൻ നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ അടിയിലൂടെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. ഇത് നമ്മൾ കൂടുതൽ ഷോൾഡർ സ്ട്രെച്ച് ആണ് നമുക്ക് വരുന്നത്. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുക. മാക്സിമം നോർമൽ ബ്രീത്ത് ചെയ്യാം. ദെൻ അഗെയിൻ നെക്സ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സൈഡിലോട്ട് വെക്കുക. അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുക. എപ്പോഴും മറ്റൊരു കാര്യം, എപ്പോഴും നമ്മൾ ഈ ഏത് കൈയാണോ ഇവിടെ വരുന്നത് അതിൽ ആ കൈയിലേക്ക് വേണം നമ്മുടെ ലുക്സ് വരാൻ വേണ്ടിയിട്ട്. സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ അഗെയിൻ നമ്മളുടെ ഷോൾഡറിന്റെ ലെവലിൽ നമ്മൾ ഹാൻഡ് വെക്കുക. ഇത് സെയിം പൊസിഷനാണ്. ഇവിടുന്ന് മുട്ട് സ്വല്പം സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മളൊരു ഫുൾ പ്ലാങ്ക് പൊസിഷനിൽ വരികയാണ്. ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നോർമൽ ബ്രീത്ത് തന്നെ ചെയ്യാം. പിന്നെ ബാക്കിലോട്ട് വീണ്ടും നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണ്. നമ്മുടെ കാഫ് സ്ട്രെച്ച് ചെയ്യണം. ബാക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് സ്ട്രെച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫൂട്ട് എപ്പോഴും നേരെ ഹീല് കുറച്ച് വെച്ച് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഗ്ലൂട്ട്സിന് സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗ്ലൂട്ട്സിന് സ്ട്രെച്ച് കിട്ടില്ല. പുറകിലെ ലെഗ് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയി മാക്സിമം നീട്ടി വെക്കുക. എന്നിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നോർമൽ ഹോൾഡാണ്. ബ്രീത്തിങ് ഹോൾഡ് ചെയ്യേണ്ട, റിലാക്സ് ചെയ്യുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കറക്റ്റ് സെൻട്രലായിട്ട് വെക്കുക. പിന്നെ നമ്മുടെ റൈറ്റ് ഹാൻഡ് പിന്നിലൂടെ വന്ന് റൈറ്റ് ലെഗിനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെസ്റ്റ് അപ്പ് ചെയ്ത് മുകളിലോട്ട് നോക്കുക. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ഒരു കാരണവശാലും സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിഫ് ആകാൻ പാടില്ല. നമ്മൾ റിലാക്സ് ചെയ്ത് വേണം പിടിക്കാനായിട്ട്. സെയിം ലെവലിൽ ഷോൾഡർ ലെവലിൽ കൈ വെക്കുക. വീണ്ടും ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലെഗ്, റൈറ്റ് ലെഗും ഇതേപോലെ തന്നെ നമ്മൾ പൊസിഷൻ മാറ്റാതെ കറക്റ്റായിട്ട് വെക്കുക. ബാക്കിലോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അഗെയിൻ വീണ്ടും കിടക്കുക. റിലാക്സ് ആയിരിക്കണം. ബ്രീത്ത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡാണ് സെൻട്രലിൽ വരുന്നത്. ഇതുവഴി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ലെഗിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് അപ്പ് ചെയ്യുക മുകളിലോട്ട്. വീണ്ടും നമ്മൾ ഷോൾഡർ ലെവലിൽ കൈ വെച്ചു. ബാക്കിലേക്ക് പഴയ പോലെ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു. പക്ഷേ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട, ഒരു തവണ ഹോൾഡ് ചെയ്ത് പിടിച്ചാണ്. വീണ്ടും നമ്മൾ നോർമൽ ഫുൾ പ്ലാങ്ക് പൊസിഷനിൽ വന്നു. ചെസ്റ്റ് താഴെ ഫുൾ ബോഡി ടച്ച് ചെയ്തു. ഇനി നമ്മൾ കോബ്ര സ്ട്രെച്ചറാണ്. ബ്രീത്ത് ഹോൾഡ് ചെയ്ത്, ഇതിന് മാത്രം ബ്രീത്ത് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് നോക്കുക. പക്ഷെ നമ്മൾ ഹിപ്പ് എപ്പോഴും നിലത്തായിരിക്കണം. ബാക്കി അപ്പർ ബോഡി മുകളിലോട്ട് നോക്കുക. പൊതുവെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിരിക്കണം. ഇതെല്ലാം തന്നെ മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കൈ ശ്രദ്ധിക്കുക. കൈ നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെ ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരിക. ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്തു തിരിച്ചു വരിക. ഇനി അടുത്തത് നോർമൽ ആയിട്ടുള്ള നമ്മൾ സ്ട്രെച്ച് തീർന്നു. ഇനി നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രെച്ച് ആണ്. ഇത് നമ്മുടെ ഇന്നർ തൈക്കും ലെഗിന് വേണ്ടി പൂർണ്ണമായിട്ടും ചെയ്യുന്നതാണ്. മാക്സിമം കുറച്ച് അടുപ്പിക്കുക. കാല് ഹോൾഡ് ചെയ്ത് 2 കാലും കൂടെ ചേർത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ കൈ 2 മുട്ടും ചേർത്ത് ഇത് സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. ഒന്ന് എണ്ണുക മനസ്സിൽ. ഹോൾഡ് ചെയ്ത് പിടിച്ചു. കാലൊന്ന് ഫ്ലൈ ആകും. പൊതുവേ നമ്മൾ ഈ ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും മുകളിലോട്ടല്ല വേണ്ട. നമ്മൾ എപ്പോഴും താഴോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. താഴോട്ടായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്സ് ആണ്. സ്പൈൻ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടും നേരെ നിവർന്നിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഒരു 30 കൗണ്ട് പോകാം. മനസ്സിൽ എണ്ണിയാൽ മതി. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ കാല് നിവർത്തി വെക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര, ചില ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നത് ഇപ്പൊ ഇവിടം വരെ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ കൈ അത്രയും ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും താഴോട്ട്. അല്ലാത്തവർക്ക്, ചെയ്യാൻ പറ്റുന്നവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ സൈഡിലേക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് ലെഗ് വെക്കുക. ലെഫ്റ്റ് ലെഗ് ആയിരിക്കണം. ദെൻ റൈറ്റ് ലെഗ് ചേർത്ത് കൊണ്ടുവരിക. ഇനി നമ്മുടെ സൈഡ് സ്ട്രെച്ച് ആണ് വരുന്നത്. നമ്മുടെ കൈ മാക്സിമം എല്ലാവരോടും പ്രത്യേകം പറയുകയാണ്, നമ്മൾ ചിലർക്ക് പറ്റില്ല, പറ്റുന്ന അത്രയും മാത്രം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് കൈ ഇവിടുന്ന് വന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ആക്കുക. 10 കൗണ്ട് ചെയ്തു.
അതേപോലെ തന്നെ തിരിച്ചും നമ്മൾ അടുത്ത് ചെയ്യുന്ന റൈറ്റ് ലെഗ് അതേപോലെ തന്നെയാണ് ഇവിടെ മാക്സിമം പിടിക്കുക. ശേഷം ലെഗ് വൈഡ് ചെയ്യുക. മാക്സിമം നമ്മൾ എപ്പോഴും ഏതൊരു സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫോം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഒരു നല്ല റിസൾട്ടിനേക്കാൾ ഒരു ഇഞ്ചുറി ആയിരിക്കും വരുന്നത്. സോ അടുത്തത് ഈ കാല രണ്ട് കൈ കൊണ്ട് പിടിക്കാൻ നോക്കുക. മാക്സിമം മുന്നോട്ട് ബെൻഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റാത്തവര് കഴിവതും ഒന്ന് മുന്നോട്ട് പതുക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. സാവധാനം ഓരോ തവണ കഴിയുമ്പോഴും കുറെ കൂടി നിങ്ങൾക്ക് സ്ട്രെച്ച് വളരെ ഈസി ആയിട്ട് വന്നു തുടങ്ങും. ഫോം കൃത്യമാണെങ്കിൽ അതൊന്ന് നോട്ടീസ് ചെയ്യും. നമ്മൾ കാല് അടുപ്പിച്ചു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാല് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിന്റെ സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പിടിക്കുക, ട്വിസ്റ്റ് ചെയ്യുക മാക്സിമം. ബോഡി ഒന്ന് ഫോം കറക്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ബാക്കിലോട്ട് ലുക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല, നോർമൽ ബ്രീത്ത് ചെയ്യും. മാക്സിമം ബാക്കിലേക്ക് ലുക്ക് കൊടുക്കാൻ നോക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതുപോലെ തന്നെ 10 സെക്കൻഡ്. ഇത് പറ്റാത്തവർക്ക് ഒരു നോർമൽ വേയിൽ മാത്രം നിങ്ങൾക്ക് ഈ ബോഡിയെ ടേൺ ചെയ്യാം. ഗ്രാജുവലി നിങ്ങൾക്ക് അത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് പിൽക്കാലത്ത് ബാക്കിലോട്ട് അത് വന്നോളൂ. ദെൻ അഗെയിൻ നെക്സ്റ്റ് ലെഗ് അത് ഇതുപോലെ തന്നെ കൊണ്ടുവരിക. എപ്പോഴും പലരും ശ്രദ്ധിക്കണം, ചിലർ ഇത് ചേർത്ത് അടുപ്പിക്കാൻ നോക്കും. ചേർത്ത് അടുപ്പിക്കണ്ട. നിങ്ങളുടെ ഈ ലെഗ് ഉണ്ടോ, ഈ ലെഗിന്റെ ഫൂട്ട് കൃത്യമായിട്ട് ഹീൽ എല്ലാം താഴെ ടച്ച് ചെയ്തിരിക്കണം. നിങ്ങൾക്കത് ഭാവിയിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അത് പതുക്കെ നോർമലി കയറ്റിക്കൊണ്ടുവരാം. ഓക്കെ, വെച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ട് കൊണ്ടുവന്നു. ഫോം കറക്റ്റ് ചെയ്തു. ഒന്ന് അപ്പ് ചെയ്യുക. ബോഡി ഒന്ന് ടേൺ ചെയ്യുന്നവരെ ഒന്ന് അപ്പ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം ഈ കൈ കൊണ്ട് കണ്ടോ ലെഫ്റ്റ് ലെഗ് കൊണ്ടൊന്ന് ടേൺ ചെയ്ത് പിടിച്ചതിന് ശേഷം തിരിച്ച് നോക്കുക. എഗെയിൻ എണ്ണുക 10 കൗണ്ട്. ഒരുപാട് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രീത്ത് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോർമൽ സ്ട്രെച്ച് ഓവറോൾ നമ്മുടെ ലോവർ അപ്പർ ബോഡിക്ക് സ്ട്രെച്ച് കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാ വർക്കൗട്ടിന് ശേഷം കഴിവതും നിങ്ങൾ ബോഡി സ്റ്റിഫായിരിക്കുകയാണ്, നിങ്ങൾ കഴിവതും സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലർക്കും മടിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലിൽ എപ്പോഴും ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹാപ്പി ഫിറ്റ്നസ് ജേർണി ആശംസിക്കുന്നു. താങ്ക് യു.